വേദിയിൽ റസാഖ് KVK ഗാനവുമായി. അസ്സലാമു അലൈക്കും. ഒരു നാളിൽ മദീനത്ത് മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. അതു കേട്ട സഹാബത്തൊരടങ്ങലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്ത് മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. അതു കേട്ട് സഹാബത്തോരടങ്ങലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയുലൊതുക്കാം, ആറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇത് ഹക്കാണേ. കരഞ്ഞതോരു ഇന്ത മരത്തിൻ തടിയാ അഷ്റഫുൽ ഖൽഖന്ന് കുത്തുബക്ക് ചാരിയതറിയാം. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. തടിയതിൽ ചാരി റസൂലിൻ കുത്തുബ തൽസിദി അറിഞ്ഞ മഹദി ഫത്വ. തരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്കാണേ. എൻ മകനൊരു നജാറാണ് റസൂലേ. ആ വീടുത്തേക്കൊരു മിമ്പറൻ മകൻ തരും പൊന്നൂലേ. ഒരു നാളിൽ മദീനത്ത് മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പറു നൽകി തരുളാറ്റൽ അതിൽ കേറി കുത്തുബയിൽ മുഴുകി. പഴയ നകൾ തടി പുറം തന്നിൽ തൂകി പൂകിയ സമയം തൊട്ടിന്ത മരം വിതുമ്പിടുന്നേ. മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്ത് മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. കുത്തുബ കഴിഞ്ഞ് റസൂലും ഇറങ്ങി, കൽബ് പിടഞ്ഞി സഹാബും വഴങ്ങി. നഗ്ല പുണർന്നു മാറിലൊതുങ്ങി ശറഫുറ്റോൽ മരത്തിന്റെ തടിമാറിൽ അമർത്തി വെച്ചേ. സ്വകാര്യമായി പറഞ്ഞതിൽ കരച്ചിലും അടക്കി വെച്ചേ. ഒരു നാളിൽ മദീനത്ത് മസ്ജിദിൻ പുറത്തു നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ അതാ കേൾക്കുന്നു. അതു കേട്ട സഹാബത്തോരടങ്ങലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. തിരുദൂതരുടെ തിരുവോർമ്മകൾ വാഴ്ത്തി സുഹൃത ജന്മത്തിന്റെ വിസ്മയങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന